നമ്മളാദ്യം തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. അവിടെ വഞ്ചിയൂരിൽ BJP പ്രവർത്തകരും LDF പ്രവർത്തകരായ ട്രാൻസ്ജെൻഡേഴ്സും തമ്മിൽ സംഘർഷം. ട്രാൻസ്ജെൻഡേഴ്സ് കള്ളവോട്ട് ചെയ്യാൻ എത്തിയതാണെന്നാണ് BJP പ്രവർത്തകരുടെ ആരോപണം. സാന്ത്വന സാജു ചേരുന്നു. സാന്ത്വന, വലിയ വാക്തർക്കമാണ് നേരത്തെയൊക്കെ ഉണ്ടായത്. ഇപ്പോൾ എന്താണ് സാഹചര്യം? ഒരു ശമനം ഇപ്പോൾ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടാൽ നമുക്ക് വ്യക്തമാകും നിരവധി പോലീസുകാരാണ് ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത്. വരുന്ന നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ശ്രീ ചിത്ര തിരുനാൾ ഗ്രന്ഥശാലയാണ് ഈ വഞ്ചിയൂരിലെ 1-2 ബൂത്തുകളായി പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിലെ 2ാമത്തെ ബൂത്തിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം BJP ഉയർത്തിയതോടെയാണ് ഇവിടെ ഒരു സംഘർഷ സാധ്യത ആദ്യം ഉടലെടുത്തത്. അതുമായി ബന്ധപ്പെട്ട BJPയുടെ ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ആദ്യം മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഈ വഞ്ചൂരിലെ 2ാമത്തെ ബൂത്തിൽ 100-ലധികം കള്ളവോട്ടുകൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് BJP പറഞ്ഞത്. അത് മാത്രവുമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനും. അതുപോലെ തന്നെ ഈ വനിതാ പ്രവർത്തകരെ, BJPയുടെ ചില വനിതാ പ്രവർത്തകരെ, പ്രത്യേകിച്ച് ഇത് ചോദ്യം ചെയ്ത കള്ളവോട്ട് ചോദ്യം ചെയ്ത BJP വനിതാ പ്രവർത്തകരെയും അതുപോലെ തന്നെ ബൂത്ത് ഏജന്റുമാരെയും LDF പ്രവർത്തകർ അസഭ്യം പറയുകയടക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വഞ്ചൂർ സ്റ്റേഷനിലും ഈ കള്ളവോട്ടുമായി ബന്ധപ്പെട്ടുള്ള പരാതി തിരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകിയിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞു തൊട്ട് പിന്നാലെ തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. പ്രത്യേകിച്ച് BJP പ്രവർത്തകരും അതുപോലെ തന്നെ ഈ LDFന്റെ അനുകൂലികളായിട്ടുള്ള കുറച്ച് ട്രാൻസ്ജെൻഡർ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ വോട്ട് രേഖപ്പെടുത്തുവാൻ വേണ്ടി വന്നവരാണ്. അവരും ചേർന്നാണ് ആദ്യഘട്ടത്തിൽ ഒരു സംഘർഷം ഉണ്ടായത്. ഇതിൽ ഈ BJP പ്രവർത്തകരായ ആളുകൾ പറയുന്നത് ഈ 2 ബൂത്തിലും, അതായത് ബൂത്ത് നമ്പർ 1-ലും 2-ലും ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാളുകളും വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ഇല്ല. അങ്ങനെ അവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാത്ത ആളുകളാണ്. പക്ഷെ നിരവധി ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകൾ ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞത്. അതിന് പിന്നാലെ തന്നെ BJP പ്രവർത്തകരായ ചില ആളുകളെ ഈ LDF പ്രവർത്തകർ ചേർന്ന് കയ്യേറ്റം ചെയ്തു എന്നുള്ളതായിരുന്നു ഈ BJP പ്രവർത്തകരുടെ ആരോപണം. പിന്നാലെ തന്നെ അവർ റോഡിലടക്കം കുത്തിയിരുന്നു കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്തുന്ന കാഴ്ചയാണ് കണ്ടത്. പോലീസും അതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടെത്തിയ ഉദ്യോഗസ്ഥരുമെല്ലാം LDFനൊപ്പം ചേർന്നുകൊണ്ട് കള്ളവോട്ട് ചെയ്യാൻ ഉള്ള ഒരു അവസരം ഒരുക്കുകയാണ്. BJP പ്രവർത്തകരെ ഒരു തരത്തിലും അവർ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ പറയുന്ന ഈ കള്ളവോട്ട് ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നവരുടെ പരാതി അടക്കം മുഖവരയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ള കാര്യമാണ് BJP പ്രവർത്തകർ പരാതിയായി പറയുന്നത്. അതാണ് പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് അടക്കം എത്തിയത്. ഇപ്പോൾ ഇവർ കാണിക്കുന്ന ആ ലിസ്റ്റ് നമുക്ക് കണ്ടാൽ അറിയാം. ഇത് ഈ ട്രാൻസ്ജെൻഡർ എഴുതിയിരിക്കുന്ന ഭാഗത്ത് നമുക്ക് കാണാം അത് 0 എന്നാണ്. അതായത് ഈ വാർഡ്, ഈ ഒരു ബൂത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ പോലും വോട്ട് ചെയ്യാൻ എത്തുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് 2ാമത്തെ ബൂത്തിലെയാണ് ഈ കാണിക്കുന്നത്. അതുപോലെ തന്നെ 1ാമത്തെ ബൂത്തിലെ ലിസ്റ്റും അവർ കാണിക്കുന്നുണ്ട്. ഇത് 2-ലും ട്രാൻസ്ജെൻഡർ വോട്ടർമാരുടെ എണ്ണം എഴുതിയിരിക്കുന്നവിടുത്തെ 0, അതായത് ട്രാൻസ്ജെൻഡർ വോട്ടർമാർ ഇവിടെ ഇല്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ വോട്ടർമാർ ഇത്തരത്തിൽ എത്തി കള്ളവോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു പരാതി തന്നെയാണ് BJP പ്രവർത്തകർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിയും പ്രതികരണം നൽകുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് ഇവിടെ നിരവധി ട്രാൻസ്ജെൻഡറായ ആളുകൾ താമസിക്കുന്ന ഒരിടമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ട്രാൻസ്ജെൻഡർമാരായ ആളുകൾ ഒന്നിച്ച് ഒരു വീടെടുത്തൊക്കെ പലയിടങ്ങളിലും താമസിക്കാറുണ്ട്. അത്തരത്തിൽ നിരവധി ആളുകൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവർക്കൊപ്പം നിന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെയും അവർക്കൊപ്പം നിന്നത് LDFന്റെ പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ അവർ LDF അനുകൂലികളായ ആളുകളാണ്. അങ്ങനെയാണ് അവർ വോട്ട് ചെയ്യാൻ എത്തിയത്. വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ BJP പ്രവർത്തകർ അവരെ നോക്കി കൂവുകയും മോശമായ കാര്യങ്ങൾ പറയുകയുമാണ് ചെയ്തത്. മനുഷ്യരെന്നൊരു പരിഗണന പോലും അവർക്ക് നൽകാതെ ഉള്ള പ്രവർത്തനങ്ങൾ BJP പ്രവർത്തകർ നടത്തി. അതിൽ മനം നൊന്താണ് ഇത്തരത്തിലൊരു ചെറിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് പോയത് എന്നുള്ള കാര്യമാണ് LDF സ്ഥാനാർത്ഥി എന്തായാലും പറയുന്നത്. അത് മാത്രമല്ല, ഒരു തരത്തിലുള്ള കള്ളവോട്ടും ചെയ്തിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് BJP പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള പരാതി വഞ്ചൂർ സ്റ്റേഷനിൽ ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവ് വന്നിട്ടുണ്ടെങ്കിലും ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ്. കള്ളവോട്ട് ആരോപണത്തിൽ ഇപ്പോൾ അതൊരു പരാതി കൂടിയായിരിക്കുന്നു. കയ്യേറ്റം ചെയ്തു എന്നൊക്കെയുള്ള പരാതികൾ കൂടി വരികയാണ്. വിനീത, ഈ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറെക്കുറെ അത് അവസാനിച്ചിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ പോലീസ് സന്നാഹം ഇവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പോലീസിന്റെ DCPയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്ന ഒരു ആരോപണം വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകളാണ്, ട്രാൻസ്ജെൻഡേഴ്സ് ആണ് ഇവിടെ വന്ന് പല ബാച്ചുകളായി വോട്ട് ചെയ്തത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇവർ നമ്മുടെ അടുത്ത് നേരത്തെ കാണിച്ചിട്ടുള്ളത് വോട്ടർ പട്ടികയും അതിനുശേഷം വന്നിട്ടുള്ള അഡീഷണൽ ലിസ്റ്റുമാണ്. ആ അഡീഷണൽ ലിസ്റ്റിൽ അടക്കം ഒരു ട്രാൻസ്ജെൻഡേഴ്സും അതിൽ ഇടം പിടിച്ചിട്ടില്ല. അവിടെ
അവിടെ 0 ട്രാൻസ്ജെൻഡേഴ്സിന്റെ പട്ടികയ്ക്ക് നേരെ 0 എന്നുള്ളതാണ് 1ഉം 2ഉം ബൂത്തുകൾക്ക് നേരെ ചേർത്തിട്ടുള്ളത്. ആ 1ഉം 2ഉം ബൂത്തുകളാണ് ഇവിടെ വോട്ട് ചെയ്യുന്നതും. അതായത് ഈ വായനശാലയിലുള്ള ഈ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് 1ഉം 2ഉം ബൂത്തിലുള്ളവരാണ്. ഇതിന് നേരെ 0 എന്നാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ടിട്ടുള്ളത്. ക്ഷമിക്കണം, വോട്ടർ പട്ടിക ഈ ട്രാൻസ്ജെൻഡേഴ്സിന് നേരെ 0 എന്നാണ് എഴുതിയിട്ടുള്ളതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസ്ജെൻഡേഴ്സും ഈ 2 ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്താനില്ല. പിന്നെ എവിടെ നിന്നാണ് ഇവർ വന്ന് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഇത് കള്ളവോട്ടാണ് എന്നുള്ളതാണ് BJP പ്രവർത്തകർ ഉന്നയിക്കുന്ന ആരോപണം. ഈ ആരോപണം ഉന്നയിക്കുന്നതിന്റെ ഇടയിലാണ് ഇത്തരത്തിലൊരു സംഘർഷം രൂപപ്പെട്ടതും അത് വലിയൊരു രീതിയിലുള്ള കയ്യാങ്കളിയിലേക്കും പോലീസുമായി തന്നെ ഒരു ഏറ്റുമുട്ടലിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയത്. പോലീസിന് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുള്ളതാണ്. പക്ഷെ അതിലേക്ക് മറ്റ് നടപടികളിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ആരോപണം.